അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1309 സൂറത്തു തൗബ 100-ാം സൂക്തം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. والسابقون الأولون, ആദ്യ കാലക്കാരായ ഇസ്ലാമിലേക്ക് മുൻകടന്നു വന്ന ആളുകൾ, മിനൽ മുഹാജിരീന വൽ അൻസാരി, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത, അതേപോലെ മറ്റു സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്ത മുഹാജിറുകളും മക്കയിൽ നിന്ന് വന്നവരെ സഹായിച്ച അൻസാറും ആയിട്ടുള്ള ആദ്യകാലത്തെ ഇസ്ലാമിലേക്ക് കടന്നു വന്നവർ. വല്ലദീന ഇത്തബഊഹും ബിഇഹ്സാനിൻ, നന്മ കൊണ്ട് അവരോട് പിന്തുടരുകയും ചെയ്ത ആളുകൾ. റളിയല്ലാഹു അൻഹും, അവരെ തൊട്ട് അള്ളാഹു പൊരുത്തപ്പെട്ടിരിക്കുന്നു. റളു അൻഹു, അവരെ അള്ളാഹുവിനെ തൊട്ടും പൊരുത്തപ്പെട്ടിരിക്കുന്നു. വഅദ്ദ ലഹും, അവർക്ക് അള്ളാഹു തആല തയ്യാറാക്കുകയും ചെയ്തിരിക്കുന്നു. ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന ആരാമങ്ങൾ. ഖാലിദീന ഫീഹ അബദ, അതിലവർ ശാശ്വതന്മാരായ നിലക്ക് എല്ലാ കാലവും അവിടെ തന്നെ താമസിക്കാം. ദാലിക്കൽ ഫൗസുൽ അലീം, ഇതാകുന്നു മഹത്തായ വിജയം എന്ന് അള്ളാഹു പറഞ്ഞു. കഴിഞ്ഞ കുറെ സൂക്തങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മുനാഫിക്കുകളുടെ വിവിധ വിഭാഗങ്ങളെ പരിചയപ്പെടുത്തുകയും നിഷേധത്തിന്റെ സ്വഭാവം സ്വീകരിച്ച ആളുകളുടെ അവസ്ഥ വിവരിക്കുകയും ചെയ്തതിനു ശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബിമാരിലെ 2 കാറ്റഗറിയെ പരിചയപ്പെടുത്തുകയും അവരോട് നല്ല നിലയിൽ പിന്തുടരുന്ന ആളുകൾക്ക് കൂടി മഹത്വം പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ് ഈ 100-ാം സൂക്തത്തിൽ ചെയ്യുന്നത്. നേരത്തെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായിട്ടുള്ള അമ്പിയാക്കളെയും അതേപോലെ തന്നെ മറ്റു മഹത്തുക്കളെയുമെല്ലാം നിരാകരിക്കുന്ന ആളുകൾക്ക് കടുത്ത ശിക്ഷയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയതിനു ശേഷം അള്ളാഹുവിന്റെ പൊരുത്തം കരസ്ഥമാക്കാൻ സാധിച്ച ഈ സൗഭാഗ്യവാന്മാർക്ക് വലിയ പ്രതിഫലവും അതേപോലെ തന്നെ മഹത്തായ വിജയവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് കൂടി ഈ സൂക്തം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. വസ്സാബിഖൂനൽ അവ്വലൂൻ, ആദ്യകാലക്കാരായ ഇസ്ലാമിലേക്ക് മുൻകടന്നു വന്ന ആളുകൾ. ഏതൊരു പ്രസ്ഥാനത്തിന്റെയും തുടക്കത്തിലുണ്ടാകുന്ന ആളുകളെന്ന് പറഞ്ഞാൽ കുറച്ച് ത്യാഗത്തിന് തയ്യാറാകുന്നവരായിരിക്കണം. കാരണം അത് എങ്ങോട്ടാണ് പോവുക, ഈ പ്രസ്ഥാനത്തിന്റെ ഭാവി എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ചൊന്നും കൃത്യമായ ധാരണ വരുന്നതിനു മുമ്പേ ആ പ്രസ്ഥാനത്തിന് അധ്വാനിക്കാനും അതിനുവേണ്ടി കഷ്ടപ്പെടാനും തയ്യാറാകുന്ന ആളുകൾ ആത്മാർത്ഥതയുടെ നല്ലൊരംശം അവരിലുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതേസമയം പ്രസ്ഥാനമൊക്കെ പച്ചപിടിച്ചു, ഇപ്പോ ഓക്കെയാണ്, പറിച്ചെറിയപ്പെടാൻ പറ്റാത്ത വിധം വേരോട്ടമുള്ളൊരു സംവിധാനമായി ഇത് മാറി എന്നൊക്കെ കാണുമ്പോൾ ഇങ്ങോട്ട് കടന്നു വന്നാലും ഇനി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ മുന്നോട്ട് പോകാമെന്ന് ചിന്തിക്കുമ്പോൾ കടന്നു വരുന്നവരെക്കാൾ വരുംവരായികളെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാകുന്നതിന് മുമ്പ് എന്തും സഹിക്കാനും ത്യജിക്കാനും തയ്യാറായി കടന്നു വരുന്നവർ അങ്ങേയറ്റം ശുഭോദർക്കമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന് ഏർപ്പെടുന്നവരാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ത്യാഗമനസ്ഥിതിയോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെ അധ്വാനശീലരായി കടന്നുവരുന്ന ആ ആളുകൾ, അവരായിരുന്നു ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മുഹാജിറുകളും അൻസാറുകളുമാകുന്ന ആദ്യകാലത്തെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന മഹാന്മാർ. ആ മുഹാജിറുകളും അൻസാറുകളുമാകുന്ന ആദ്യകാലക്കാർ എന്ന് പറഞ്ഞ സാബിഖീങ്ങൾ എന്നതിന്റെ പരിധിയിൽ ആരൊക്കെ വരും എന്നത് സംബന്ധമായി വിവിധ വ്യാഖ്യാനങ്ങൾ മുഫസ്സിറുകളുടെ കൂട്ടത്തിൽ പലരും പറഞ്ഞിട്ടുണ്ട്. അസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ,
എന്ന് പറഞ്ഞാൽ ആ സാബിഖീങ്ങൾ ആദ്യമായി വന്നവരാരാണ് എന്ന വിഷയത്തിൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് ഇമാം ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഉദ്ധരിക്കുന്നു, മൻ അദറക ബൈഅത്തുർ റിദ്വാനി ആമൽ ഹുദൈബിയ്യ, ഹുദൈബിയ്യ സന്ധി നടന്ന വർഷത്തിൽ ബൈഅത്തുർ റിദ്വാൻ എന്ന കരാറിൽ സംബന്ധിച്ചിട്ടുള്ള സഹാബിമാരാണ് അത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റയുടെ 6-ാം കൊല്ലം 1500ഓളം സഹാബികളോടൊപ്പം ഉംറ നിർവഹിക്കാൻ വേണ്ടി മക്കത്തുനിന്ന് മദീനത്തേക്ക് പലായനം ചെയ്തതിനു ശേഷം ആദ്യമായി മക്കയിലേക്ക് വരികയാണ്. ജനിച്ചു വളർന്ന നാട്ടിലെ കുഞ്ഞുനാൾ മുതൽ കണ്ട് പരിചയമുള്ള അങ്ങേയറ്റം മനസ്സിലേക്ക് കയറ്റിവെച്ചിട്ടുള്ള മഹത്തായ കഅബാലയം അത് കൺകുളിർക്ക കാണാനുള്ള സൗഭാഗ്യം ഇവിടെ നമുക്ക് ലഭിക്കുകയാണ് എന്ന സന്തോഷത്തോടെയും ചാരിതാർത്ഥ്യത്തോടെയും മക്കയിലേക്ക് ഉംറ നിർവഹിക്കാൻ വേണ്ടി വന്നു മുസ്ലിമീങ്ങൾ. ദുരുദ്ദേശം അശേഷമില്ലാതെ കടന്നു വന്നിട്ടുള്ള മഹാമനീഷികളെ പക്ഷേ ഹുദൈബിയ എന്ന് പറയുന്ന മക്കയുടെ അടുത്ത പ്രദേശത്ത് തന്നെ വെച്ച് മക്കക്കാർ തടഞ്ഞു. ഒരു കാരണവശാലും ഈ വർഷം മക്കത്തേക്ക് നിങ്ങളെ വരാൻ സമ്മതിക്കില്ല എന്ന് അവർ കണിശമായി വാദിച്ചു. ധാരാളം കോംപ്രമൈസ് ചർച്ചകൾ നടന്നു. ഒരു ചർച്ചക്കും അവർ വഴങ്ങുന്നില്ല. വാസ്തവത്തിൽ ഞങ്ങൾ ഉംറയല്ലാതെ മറ്റൊരു ഉദ്ദേശവും ഞങ്ങൾക്കില്ല. അറബികൾ സാമ്പ്രദായികമായി കൊണ്ടു നടക്കുന്ന അവരുടെ കൂടപ്പുറപ്പായി കരുതുന്ന ഓരോ ആളുകളല്ലാതെ ഒരാളുടെ കയ്യിലും ആയുധങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഒരു പോരാട്ടത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള മൽപ്പിടുത്തത്തിനോ ഒരുങ്ങി വന്നവരല്ല ഞങ്ങൾ എന്ന് ആണയിട്ട് മുസ്ലിമീങ്ങൾ പറഞ്ഞിട്ടും ഈ വർഷം നിങ്ങളെ ഇങ്ങോട്ട് അടുക്കാൻ സമ്മതിക്കില്ല എന്ന ദുർവാശിയിൽ തന്നെ മക്കക്കാർ ഉറച്ചു നിന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലെ നേതാക്കന്മാർക്ക് കൂടി സുപരിചിതനും എന്നാൽ മിതഭാഷിയായി കാര്യങ്ങൾ സംസാരിക്കാൻ നല്ല ശേഷിയുള്ള ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ മക്കത്തെ നേതാക്കളുമായി ലീഡേഴ്സുമായി ഒരു കോംപ്രമൈസ് ചർച്ചയ്ക്ക് വേണ്ടി പറഞ്ഞയച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചർച്ചയ്ക്ക് ചെല്ലുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് വേണമെങ്കിൽ ഉംറ നിർവഹിച്ചു പോകാമെന്നും മുഹമ്മദ് നബിയും അനുയായികളും ഇങ്ങോട്ട് കടക്കരുതെന്നും അവർ പറഞ്ഞു. നബിതങ്ങൾക്ക് തടയപ്പെട്ട ഒരു ആനുകൂല്യം എന്തായാലും എനിക്ക് ആവശ്യമില്ല എന്നായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചർച്ച കഴിഞ്ഞ് വരാൻ സ്വാഭാവികമായും വൈകിയപ്പോ ഹുദൈബിയയിലുള്ള മുസ്ലിമീങ്ങൾക്കിടയിൽ ഒരു വാർത്ത പരന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ മക്കക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നും ആക്രമണോത്സുകതയോടുകൂടെയാണ് അദ്ദേഹത്തോട് പെരുമാറുന്നതെന്നുമുള്ളൊരു വാർത്ത. സ്വാഭാവികമായും ഒരു നയതന്ത്ര ചർച്ചയ്ക്ക് വേണ്ടി അവരുടെ അടുത്തേക്ക് പോയ ഒരാളെ അത്തരത്തിൽ തടഞ്ഞുവെക്കുക എന്ന് പറഞ്ഞത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ശക്തമായ ലംഘനമാണ്. എങ്കിൽ അത്തരക്കാരോട് ഇനി പോരാട്ടത്തിന്റേതല്ലാതെ മറ്റൊരു മാർഗവും മുന്നിലില്ല എന്ന ഒരു സാഹചര്യം കടന്നുവരുന്നു. അപ്പൊ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണെന്ന് നബിതങ്ങളുമായി കരാറുണ്ടാക്കുകയാണ് ഈ ബൈഅത്തുർ റിദ്വാൻ എന്ന് പറയുന്ന കരാർ. ആ കരാറിൽ സംബന്ധിച്ച മുസ്ലിമീങ്ങൾ അവരാണ് സാബിഖീങ്ങൾ എന്നതിന്റെ പരിധിയിൽ വരുന്നത് എന്നാണ് ഒരു അഭിപ്രായമെന്ന് അല്ലാമ ശഅബി പറയുന്നു. എന്നാൽ അബൂ മുസൽ അശ്ശരി റളിയല്ലാഹു അൻഹു പറയുന്നു, സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു, മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹു, ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു, ഖത്താദ റളിയല്ലാഹു അൻഹു തുടങ്ങിയിട്ടുള്ളവരെല്ലാം പറയുന്നത് ഹുമുല്ലദീന സല്ലൗ ഇലൽ ഖിബ്ലതൈനി മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ട് ഖിബിലയിലേക്കും നിബിതങ്ങളുടെ കൂടെ നിസ്കരിക്കാൻ അഥവാ കഅബയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കാനും ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കാനും അവസരം കിട്ടിയിട്ടുള്ളവരാണ് എന്ന് മറ്റൊരു പക്ഷം ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറഞ്ഞു. കൂട്ടത്തിൽ പലരും ആ വിധത്തിൽ സംസാരിച്ചിട്ടുണ്ട്. ഏതായാലും ശരി, ഈ മുൻകാലത്ത് തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ള മഹാരഥന്മാരായ സഹാബികൾ, ആ സഹാബികൾക്ക് ശേഷം വല്ലദീന തബഊഹും അവരോട് പിന്തുടരുകയും ചെയ്തിട്ടുള്ള ആളുകൾ ബി ഇഹ്സാനിൻ നന്മ കൊണ്ട് വെച്ചാൽ അവർ കാണിച്ചു തന്ന മാതൃകാപരമായിട്ടുള്ള ശൈലികളും സ്വഭാവങ്ങളും എല്ലാം ജീവിതത്തിൽ പകർത്തി എന്നാണ് ഒരു വ്യാഖ്യാനം. അതായത് ഇസ്ലാമിന്റെ മാതൃകാ പുരുഷന്മാർ അവരാണ്. ആ മാതൃകാ പുരുഷന്മാരായിട്ടുള്ള ആളുകളെ മാതൃകയാക്കിക്കൊണ്ട് ജീവിതം ക്രമീകരിച്ച് മുന്നോട്ട് പോയവർ അതായിരിക്കും ആ കൂട്ടത്തിൽ ഒരു അഭിപ്രായം. പിന്നെ നല്ല അപ്പം ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നന്മ കൊണ്ട് വെച്ചാൽ പ്രവർത്തനത്തിൽ അവരോട് നല്ല നിലയിൽ പിന്തുടർന്നു. അതായത് അവർ പ്രവർത്തിച്ചു കാണിച്ചു തന്നിട്ടുള്ള മാതൃകാപരമായ എല്ലാ വിഷയങ്ങളും അവരോടൊപ്പം ചേർന്ന് മുന്നോട്ട് പോകുന്ന സമീപനം സ്വീകരിച്ചുവെന്ന്. അതേസമയത്ത് മറ്റൊരു വ്യാഖ്യാനം പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ചിലർ പറയുന്നത് ബി ഇഹ്സാനിൽ ഖൗലി ഫീഹിം, അവരെ സംബന്ധിച്ച് നല്ല അഭിപ്രായം പറയുക.
ആ സഹാബത്തിനെ പറ്റി മതിപ്പോടുകൂടെ അവരെ പിന്തുടർന്നിട്ടുള്ള ആളുകൾ, ഈ അനുസരിക്കൽ എന്നത് പല രൂപത്തിലുണ്ടാകും. പക്ഷെ അംഗീകരിക്കുക എന്ന് പറയുന്നത് അത് ശരിക്കും മനസ്സ് ബോധ്യപ്പെടുന്ന സമയത്ത് മാത്രം ഉണ്ടാകുന്ന ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് ആ സഹാബത്തിനെ മനസ്സറിഞ്ഞ് അംഗീകരിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾ എന്നുകൂടി ഇവിടെ വ്യാഖ്യാനമുണ്ടെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഏതായാലും ആ താബിഈങ്ങളും റളിയല്ലാഹു അൻഹും അവരെ അള്ളാഹു പൊരുത്തപ്പെട്ടു, റളു അൻഹു അള്ളാഹു അവരെയും പൊരുത്തപ്പെട്ടു എന്നാണ് പടച്ചവൻ പറയുന്നത്. അപ്പൊ നമ്മൾ മുഹാജിറുകളോ അൻസാറുകളോ ആകാൻ നമുക്കായില്ല. ബദറിൽ പങ്കെടുക്കാൻ, ഉഹദിൽ പങ്കെടുക്കാൻ നമുക്ക് സാധിച്ചില്ല. നബിതങ്ങളെ ഒരു നോക്ക് കാണാനും പറ്റിയില്ല. പക്ഷേ ആ മഹാന്മാരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും കാണിച്ചു തന്ന മഹിതമായ മാതൃക നമ്മുടെ മുന്നിലുണ്ട്. ആ മാതൃകയിൽ ആ മഹത്തുക്കളോടൊപ്പം നിൽക്കാൻ, അവരോട് മതിപ്പ് പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അവരെ കുറ്റപ്പെടുത്താതിരിക്കാനും അവർക്ക് തെറ്റുപറ്റിയെന്ന് തോന്നിയാസം പറയാതിരിക്കാനും നമ്മുടെ മനസ്സ് പാകപ്പെട്ടിട്ടുണ്ടോ എന്നത് പ്രധാന വിഷയമാണ്. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാമല്ലോ, വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. സൂറത്തുൽ ഹശറിന്റെ 10-11 സൂക്തങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം. ആ മഹാന്മാരായ സഹാബത്തിന് ശേഷം വന്നിട്ടുള്ള ആളുകൾ അവര് പറയുക എന്താണ്? പടച്ചോനെ, ഞങ്ങൾക്കും ഞങ്ങളുടെ മുമ്പേ വിശ്വാസം കൊണ്ട് കടന്നുപോയ മഹത്തുക്കൾക്കും നീ പൊറുക്കണം. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ, ആ സത്യവിശ്വാസികളോട് ഞങ്ങളുടെ മനസ്സിൽ ഒരു വെറുപ്പും ഒരു വിദ്വേഷവും ഒരു കുരുട്ടും കുശുമ്പും ഒന്നും നീ നൽകരുത് എന്നാണ് ബഹുമാനപ്പെട്ട മുസ്ലിമീങ്ങൾ പിൽക്കാലത്ത് വരുന്നവർ പ്രാർത്ഥിക്കുക. അപ്പൊ സഹാബത്തിനെ മതിപ്പോടുകൂടെ കാണാൻ സാധിക്കണം. അത് പക്ഷെ ആർക്ക് സാധിക്കും? പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. ആ സഹാബത്ത് ദീനിൽ ജൂദായിസം കടത്തിക്കൂട്ടാൻ സൗകര്യം ചെയ്തു കൊടുത്തവരാണ് എന്ന് പറയുന്നവർക്ക് ആ സഹാബത്തിനോട് മതിപ്പുണ്ടാകുമോ? അവരെല്ലാം പലവിധത്തിലുള്ള അരുതായ്മകളുടെയും ആളുകളാണ്, അവർ നമുക്ക് മാതൃകയല്ല എന്ന് പറയുന്നവർക്ക് ആ സഹാബത്തിനോട് മതിപ്പുണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ ആ സഹാബത്തിനോട് മതിപ്പ് തോന്നുക എന്ന് പറയുന്ന സംവിധാനവും സൗകര്യവും ഉണ്ടാവണം, സൗഭാഗ്യം ഉണ്ടാവണം. ആ സൗഭാഗ്യം ലഭിച്ചിട്ടുള്ള സാമ്പ്രദായിക വിശ്വാസത്തിന്റെ സ്വഭാവക്കാരായ മുസ്ലിമീങ്ങൾ, ആ മുസ്ലിമീങ്ങൾക്കാണ് വാസ്തവത്തിൽ ആ സൗഭാഗ്യം ഉണ്ടായിട്ടുള്ളത്. ബാക്കിയുള്ളവരൊക്കെ ഒരു നിലക്ക് അല്ലെങ്കിൽ മറ്റൊരു നിലക്ക് മഹാന്മാരായ സഹാബത്തിനെ തള്ളിപ്പറയുകയാണ്. ആ സഹാബത്തിൽ നിന്ന് നിരാക്ഷേപം സ്ഥിരപ്പെട്ട സംഗതികളെപ്പോലും ചോദ്യം ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ, അല്ലേ? ഇപ്പൊ 20 റക്അത്ത് തറാവീഹ് നിസ്കാരം ഒരു ഉദാഹരണം പറഞ്ഞാൽ, അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നിരാക്ഷേപം മദീനത്തെ മസ്ജിദുൻ നബവിയിൽ ആരംഭിച്ചു. മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ആരംഭിച്ച ആ നിസ്കാരം സഹാബികളെല്ലാം തലകുലുക്കി സമ്മതിച്ചു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മൂക്കിന് താഴെയാണ് ആ നിസ്കാരം നടന്നത്. പിന്നീട് മദീനത്തെ പള്ളി വിശുദ്ധ റമദാനിൽ ആ തറാവീഹ് കൊണ്ട് സജീവമായപ്പോൾ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞുപോയി, നവ്വറല്ലാഹു ഖബറ ഉമർ കമാ നവ്വറ മസ്ജിദനാ ഹാദാ, നമ്മുടെ ഈ പള്ളിയെ ഇவ்விധത്തിൽ പ്രകാശിപ്പിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ഖബർ അല്ലാഹു തആല പ്രകാശിപ്പിക്കട്ടെ എന്ന്. അപ്പൊ ആ നിലക്ക് സഹാബത്ത് അംഗീകരിച്ച 20 റക്അത്തിന്റെ എണ്ണത്തിൽ അനാവശ്യമായ തർക്കങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കിയിട്ട് 20 മുത്തുനബിന്റെ സുന്നത്തിന് എതിരാണ് എന്ന് വരെ വാദിക്കുന്ന ആളുകൾ, ആ ആളുകൾക്ക് സഹാബത്തിന്റെ തീരുമാനത്തോട് മതിപ്പുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ജുമുഅക്ക് വേണ്ടിയുള്ള ഒരു ബാങ്ക് സമയമാകുന്ന ഖതീബ് മിമ്പറിൽ കയറുന്നതിന് മുമ്പ് തന്നെ ഒരു ബാങ്ക് എന്ന ആ രണ്ടാം ബാങ്ക് അത് നടപ്പായി. ഫസബത്തൽ അംറു അലാ ദാലിക്, ഇമാം ബുഖാരി അവിടുത്തെ സഹീഹിൽ റിപ്പോർട്ട് ചെയ്തു. ആ ബാങ്കിനെ മതിപ്പ് കുറവോടുകൂടെ അവജ്ഞയോടുകൂടെ കാണുന്നവർക്ക് സഹാബത്തിനോട് മതിപ്പുണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോ ആ സഹാബത്തിനെ നിസ്സാരവൽക്കരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ നിലപാടുകളെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യുന്ന സ്വഭാവം സ്വീകരിക്കുന്നവർക്കൊരിക്കലും തന്നെ നല്ല നിലയിൽ അവരോട് പിന്തുടർന്നു എന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഹാഫിദ് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം, ഫഖദ് അഖ്ബറല്ലാഹുൽ അലീം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അന്നഹു ഖദ് റളിയ അനിസ്സാബിഖീനൽ അവ്വലീന മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളും അൻസാറുകളുമായ ആദ്യകാലത്തെ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളവരെ അല്ലാഹു പൊരുത്തപ്പെട്ടിരിക്കുന്നു.
വല്ലദീനത്തബഊഹും ബിഇഹ്സാനിൻ, നന്മ കൊണ്ടവരെ പിന്തുടർന്നവരെയും അല്ലാഹു പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്നല്ലാഹു പറഞ്ഞു. എന്നിട്ട് ഇബ്നു കസീർ പറയാണ് ഫയാ വൈലമൻ അബ്ഗലഹും, അപ്പോൾ ആ സഹാബത്തിനോട് ദേഷ്യം വെച്ചവർക്ക് വരുന്ന നാശം എത്ര വലുതാണ്. ഔ സബ്ബഹും, അല്ലെങ്കിൽ സഹാബത്തിനെ മൊത്തത്തിൽ ചീത്ത പറയുന്നവർ അവരുടെ നാശം എത്ര വലുതാണ്. ഔ അബ്ഗലഹു സബ്ബഹും, അല്ലെങ്കിൽ സഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ചിലരെ വേർതിരിച്ച് ചീത്ത പറയുകയോ അവരോട് ദേഷ്യം വെക്കുകയോ ചെയ്യുന്നവരുടെ നാശം എത്ര വലുതാണ്. വലാ സിയ്യമാ സയ്യിദ സഹാബത്തി ബഅദ റസൂൽ വഖൈറഹും വഅഫ്ളലഹും അനിയ സിദ്ദീഖൽ അക്ബർ വൽ ഖലീഫത്തുൽ അഅ്ലം അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു, പ്രത്യേകിച്ചും മുത്തനബിക്ക് ശേഷം ഏറ്റവും ഉത്തമരും ശ്രേഷ്ഠരുമായിട്ടുള്ള മഹാനരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മുത്തനബിന്റെ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ചീത്ത പറയുന്ന അവരോട് ദേഷ്യം വെക്കുന്നവരുടെ അവസ്ഥ എത്ര മോശമാണ്. ഫഇന്ന ത്വായിഫത്തൽ മഖ്ദൂലത മിനർ റാഫിള, റാഫിളിയാക്കൾ എന്ന് പറയുന്ന പേഴ്ച കക്ഷികളിലെ അപകടകാരികളായ പരാജയപ്പെട്ട ഒരു കൂട്ടം യുആദൂന അഫ്ളല സഹാബത്തി വയുബ്ഗലൂനഹും വയസുബ്ബൂനഹും, സഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ സിദ്ദീഖ് തങ്ങളോടും അതേപോലെ തന്നെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനുമൊക്കെ ദേഷ്യം വെക്കുന്നു, അവരെ ചീത്ത പറയുന്നു, അവരെന്തൊക്കെയോ അരുതായ്മകൾ ചെയ്തു എന്ന് വാദിക്കുന്നു. ഇയാദം ബില്ലാഹി മിൻ ദാലിക്, അതിനെ തൊട്ട് അള്ളാഹുവിൽ നമ്മൾ അഭയം തേടുകയാണ്. വഹാദാ, ഇങ്ങനെ മഹാനായ സിദ്ദീഖ് തങ്ങളോടും അതേപോലെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടും അതുപോലെ സഹാബത്തിന്റെ കൂട്ടത്തിൽ ഏത് സഹാബിയോടാണെങ്കിലും ദേഷ്യമോ വെറുപ്പോ വിദ്വേഷമോ അവരെ ചീത്ത പറയുന്ന ശൈലിയോ ഉണ്ടെങ്കിൽ അത് യദുല്ലു അലാ അന്ന ഉഖൂലഹും മഅകൂസത്തുൻ വഖുലൂബഹും മൻകൂസാ, അവരുടെ ബുദ്ധി തിരിഞ്ഞുപോയിട്ടുണ്ട്, അവരുടെ മനസ്സ് മറിഞ്ഞുപോയിട്ടുണ്ട് എന്നതിന്റെ രേഖയാണത്. ഫൈന ഹൗലാഇ മിനൽ ഈമാനി ബിൽ ഖുർആൻ, അങ്ങനെയുള്ള ആളുകൾക്ക് ഖുർആൻ കൊണ്ടുള്ള വിശ്വാസം എവിടെയാണ്? ഖുർആൻ അവർ നിരാകരിക്കുകയാണ്. കാരണം ഇത് യസുബ്ബൂന മർ റളിയല്ലാഹു അൻഹും, അല്ലാഹു പൊരുത്തപ്പെട്ടവരെയാണ് അവർ ചീത്ത പറയുന്നത്. എന്നാൽ വഅമ്മാ അഹ്ലുസുന്നത്തി, അഹ്ലുസുന്നത്തിന്റെ സാമ്പ്രദായിക ശൈലികൾ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നവർ ഫഇന്നഹും യതറല്ലൗന അമ്മർ റളിയല്ലാഹു അൻഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞവരുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു, അല്ലാഹു അവരെ പൊരുത്തപ്പെടട്ടെ എന്ന് പറയുന്നവരാണ് മുസ്ലിമീങ്ങൾ, അഹ്ലുസുന്നത്തിന്റെ ആൾക്കാർ. വയസുബ്ബൂന മൻ സബ്ബഹുല്ലാഹു വറസൂലുഹു, അല്ലാഹുവും റസൂലും ചീത്ത പറഞ്ഞവരെ നിരാകരിച്ചവരെയാണ് അവർ ചീത്ത പറയുക. വയുവാലൂന മൻ യുവാലില്ല, അല്ലാഹു തആല ഏറ്റെടുത്തവരോട് ബന്ധം പുലർത്തുന്നവരാണവർ. വയുആദൂന മൻ യുആദില്ല, അല്ലാഹു തആല ശത്രുത പ്രഖ്യാപിച്ചവരോടാണ് അവർക്ക് ശത്രുതയുണ്ടാവുക. വഹും മുത്തബിഊന ലാ മുബ്തദിഊൻ, അങ്ങനെ സഹാബത്തിനെ 100% നെഞ്ചേറ്റാൻ തയ്യാറുള്ളവർ അവരാണ് മുത്തബിഈങ്ങൾ, തെളിവുകളെ പിന്തുടരുന്നവർ, അല്ലാഹുവിന്റെയും റസൂലിന്റെയും തീരുമാനത്തെ പിന്തുണച്ചവർ. അവരൊരിക്കലും തന്നെ മുബ്തദിഈങ്ങളല്ല, പുത്തൻവാദങ്ങൾ കൊണ്ടുവന്നവരല്ല. വയഖ്തദൂൻ, അവരാ മുൻഗാമികളായ മഹാന്മാരോട് തുടരുന്നവരാണ്. വലാ യബ്തദൂൻ, അവർക്ക് പരിചയമില്ലാത്ത പുതിയതുണ്ടാക്കുന്നവരല്ല. വലിഹാദാ, ഇക്കാരണം കൊണ്ടാണ് ഹും ഹിസ്ബുല്ലാഹിൽ മുഫ്ലിഹൂൻ, അവരല്ലാഹുവിന്റെ വിജയിച്ച പാർട്ടിയായത്. വഇബാദുഹുൽ മുഅ്മിനൂൻ, അല്ലാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകളുമായതെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം, മഹാന്മാരായ മുഹാജിറുകളും അൻസാറുകളുമാകുന്ന സഹാബത്ത്, ആ സഹാബത്തിനോട് പിൻകാലത്ത് ഏറ്റവും നല്ല നിലയിൽ തുടരുന്നവർ. അപ്പൊ സഹാബത്തിന് മാതൃകയാക്കാൻ നമുക്ക് പറ്റണം. സഹാബത്തിന്റെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യുന്ന ശൈലിയിൽ നമ്മൾ ഉണ്ടാകരുത്. അത്തരം പ്രസ്ഥാനങ്ങളോട് നമുക്ക് യോജിപ്പുണ്ടാവരുത്. അത്തരം പ്രസ്ഥാനങ്ങളോട് മതിപ്പ് തോന്നരുത്. ഇത് ഏറ്റവും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അനിവാര്യമായ സംഭവമാണ്. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും തന്ന ബുദ്ധി നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മൾ ആരുടെ കൂടെ നിൽക്കുന്നു എന്ന് ചിന്തിക്കണം. ഇത് കക്ഷിത്വത്തിന്റെ വിഷയമല്ല, നമ്മുടെ വിശ്വാസത്തിന്റെ വിഷയമാണ്. പടച്ചവന്റെ പൊരുത്തം ലഭിക്കണ്ടേ നമുക്ക്? അതിനൊറ്റ മാർഗമാണ് ഖുർആൻ പറയുന്നത്. അത് മഹാന്മാരായ സഹാബത്തിനെ അഥവാ മുത്തുനബിന്റെ ജീവിതത്തെ ശരിയാവണ്ണം ഒപ്പിയെടുത്ത മഹത്തുക്കളെ മാതൃകയാക്കി അവരെ പിന്തുടർന്ന് അവരെക്കുറിച്ച് നല്ല മതിപ്പ് പ്രകടിപ്പിച്ച് അവർക്കാർക്കും തെറ്റുപറ്റിയിട്ടില്ല എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നുകൊണ്ട് അവരെടുത്ത തീരുമാനങ്ങളെ അംഗീകരിക്കാൻ ഞാൻ സർവാത്മന തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അപ്പൊ അതിന് വിരുദ്ധമായിട്ടുള്ള ശൈലികളുള്ള പ്രസ്ഥാനങ്ങൾ അതൊരിക്കലും തന്നെ വിശ്വാസിക്ക് ചേർന്നതല്ല
ഈമാൻ രക്ഷപ്പെടാൻ പറ്റിയതുമല്ല എന്ന് ചിന്തിക്കണം. ഏതായാലും അങ്ങനെ മുഹാജിറുകളും അൻസാറുകളും അവരോട് പിന്തുടർന്നവരും അവരെ അള്ളാഹു പൊരുത്തപ്പെട്ടു, അവരല്ലാഹുവിനെയും പൊരുത്തപ്പെട്ടു. വഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന ആരാമങ്ങൾ അള്ളാഹു അവർക്ക് വേണ്ടി തയ്യാർ ചെയ്യുകയും ചെയ്തു. ഖാലിദീന ഫീഹാ അബദാ, ആ സ്വർഗങ്ങളിൽ അവർ കാലാകാലം താമസിക്കുന്നതാണ്. ഒരിക്കൽ പോലും ഒരു കുടിയിറക്ക് ഭീഷണി അവർ നേരിടില്ല. സ്വയമേവ ആ സ്വർഗത്തിൽ നിന്ന് പുറത്തു പോരണമെന്നൊരു ചിന്തയും അവർക്ക് വരില്ല. കാരണം എല്ലാം അവർക്ക് അവിടെ സന്തോഷത്തിന്റേതാണ്, സംതൃപ്തിയുടേതാണ്. ഒരു കംപ്ലൈന്റും അവർക്ക് ആ സ്വർഗത്തിലില്ല. എങ്കിൽ ദാലികൽ ഫൗസുൽ അലീം, ഇത് തന്നെയാകുന്നു മഹത്തായ വിജയം. അപ്പൊ ആ വിജയത്തിന്റെ കൂടെ നിൽക്കാൻ, അതിന്റെ അരികുപറ്റി ജീവിക്കാൻ, അങ്ങനെ ഈ സൗഭാഗ്യത്തിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മുടെ മുന്നിലും അവസരമുണ്ട്. അഹ്ലു സുന്ന വൽ ജമാഅ എന്ന സാമ്പ്രദായിക വിശ്വാസത്തിന്റെ ശൈലികൾ മുറുകെ പിടിച്ചു പോകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.